തുടർന്നിങ്ങനെ പോകുന്നുണ്ട്. വഴിയിൽ കൂടെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. വഴിയിൽ കൂടെ പോയി ഇപ്പോൾ സമയം 9:30, 9:30. ഓക്കെ, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണിവിടെ, വേറെ ആരുമില്ല ഇവിടെ ഒന്നും. അപ്പം ഗ്യാങ് സ്റ്റോക്കിങ്ങിനെ കുറിച്ച് നന്നായിട്ട് എല്ലാവരും യൂട്യൂബിനകത്തൊക്കെ എല്ലാം ഉണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് യൂട്യൂബിനകത്ത്. ഓക്കെ, പിന്നെ നല്ല ഇംഗ്ലീഷ് അറിയാവുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മളതിനെക്കുറിച്ചാണ് പച്ച മലയാളത്തിലിടുന്നത്. അപ്പം എൻ്റെ ഇതും അവരുടെയൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇവന്മാരിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക, ആരും കാണരുത് എൻ്റെ ചാനൽ ഒക്കെ, എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെക്കുക, അങ്ങനെ പല പല പരിപാടികളാണ്. മനസ്സിലായില്ലേ? ഗ്യാങ് സ്റ്റോക്കിങ്ങിനെ കുറിച്ച് ഞാനും ഈ സെയിം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇവർ ഇങ്ങനെ ഇവന്മാരെന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മളെ ഉപദ്രവിക്കുക, പല രീതിയിൽ ഉപദ്രവിക്കുക, പല ആൾക്കാരെ കൊണ്ട് ഉപദ്രവിക്കുക, നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് കമൻ്റ് ഇടുക. ഇതുപോലുള്ള കമൻറ്റ്സ് വേറെ അവരൊക്കെ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസാണ്. ഇത്രയും അവർക്ക് കമൻറ്റ് കിട്ടി കാണത്തില്ല. അതുപോലെ ഇതെല്ലാം ഇവന്മാർക്കാണ്, ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവന്മാരാണ്. ഈ സാധാരണ മന്ത്രി സോമരാജൻ, അവൻ്റെ പിന്നെ ഒരു മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ, വേറൊരുത്തൻ ഒരു മനോജ് എന്ന് പറയുന്ന, വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്നവൻ പേര് മാറ്റി മനോജ് എന്ന് നടക്കുന്നവൻ, അവൻ്റെ ഒരു ഭാര്യ വൃന്ദ എന്ന് പറയുന്നവൾ, അവൾ എൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കുക. അങ്ങനെ പല പല വേലകളാണ്. ഇതൊന്നും എനിക്ക് വിൽക്കാനും പറിക്കാനും ഒന്നും അല്ല എൻ്റെ സ്വത്ത്, മനസ്സിലായില്ലയോ? ഇതൊന്നും കൊടുക്കാനും പറിക്കാനും ഒന്നും ഉള്ളതല്ല. എൻ്റെ പേരിലുള്ളതാണ്, എനിക്കിത് ആർക്കും കൊടുക്കാനുള്ളതല്ല, എൻ്റെ സ്വത്തും വകയൊന്നും. അപ്പോൾ ഇതൊക്കെയാണ് ഇവന്മാരുടെ വേലകൾ. ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ നമ്മുടെ സ്വത്ത് തട്ടിയെടുക്കണം, അത് തട്ടിയെടുക്കണം, ഇത് തട്ടിയെടുക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെ ഇങ്ങനെ അങ്ങ് നടക്കുക. പിന്നെ നമ്മുടെ തലയിലോട്ട് പലതും അടിക്കുക, പല പല ഇലക്ട്രോണിക് ഹരാസ്മെൻറ്റ്, ഇങ്ങനെ പല രീതിയുണ്ട്. എല്ലാവരും ഇങ്ങനെ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക് ഹരാസ്മെൻറ്റിൻ്റെ വോയിസിൻ്റെ ഇവർ വോയിസ് ഉപയോഗിച്ച് ചെയ്യുന്നത്, അതെല്ലാം നമ്മുടെ ഫേസ്ബുക്കിനകത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം 2022-23 ഇടയ്ക്കാണ് നമുക്ക് ആ വോയിസൊക്കെ കിട്ടിയത്. അതെല്ലാം ഇവരെങ്ങനെയാണോ ഈ വോയിസ് ഇതാക്കിയതെല്ലാം നമ്മളതെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മുടെ കയ്യിലും ഇതുപോലുള്ള തെളിവുകൾ, ഇവർ പറയുന്ന പോലെയല്ല, എല്ലാത്തിനും തെളിവ് സഹിതം നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബിനകത്തും ഉണ്ട്. മനസ്സിലായില്ലേ? ഫേസ്ബുക്കിനകത്തും ഉണ്ട്, യൂട്യൂബിനകത്തും ഉണ്ട്, രണ്ടിനകത്തും ഉണ്ട്. അപ്പോൾ ഇല്ലാതൊന്നുമില്ല, രണ്ടിനകത്തും, രണ്ട് ഫേസ്ബുക്കിനകത്തായിട്ടും 2 യൂട്യൂബിനകത്തായിട്ടും എല്ലാ സകല സംഗതികളും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ മുതൽ ഈ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് എങ്ങനെ ഹരാസ് ചെയ്ത് വന്ന് ഇന്ന് അവൻ്റെ ഒരു കൊച്ചുമോളെയും കൊണ്ട് വന്ന് വലിയ ഡ്രാമയൊക്കെ നടത്തിയത്, ഇതെല്ലാം നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഈ സേവ്ഡാണ്. നമ്മുടെ ക്യാമറ അടിച്ചു പൊട്ടിച്ചത് ഇതെല്ലാം ഇവന്മാർ ചെയ്യുന്നതാണ്, ഇവന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഇവന്മാർ, ഈ ഗ്യാങ് സ്റ്റോക്കേഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ തെളിവ് സഹിതം ഓരോന്നിനും തെളിവ് സഹിതം ഇരിപ്പുണ്ട്. ഇപ്പം അതുപോലെ നമ്മളെ തെറി വിളിക്കുന്ന, കമൻറ്റ് വഴി തെറി വിളിക്കുന്നവന്മാരെ എല്ലാം എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ ID ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ അവന്മാരെ എല്ലാം പോക്കാൻ പറ്റും. ഈ ഏത് ദശമൂലത്തിനെ ആയാലും അനീഷിനെ ആയാലും അർജുൻ DK ആയാലും ശരി, ഏതവനെയായാലും പൊക്കാൻ പറ്റും. ഇവരൊക്കെ ഇവൻ്റെ കാര്യം നോക്കിയപ്പോൾ നിനക്ക് എന്തുവാടാ അത്, എൻ്റെ നിന്നെയൊന്നും നമുക്ക് അറിയത്തുമില്ല, നിനക്കെന്ത് സോക്കേട്. ഇവന്മാർക്കൊക്കെ സൂക്കേട് എന്താണെന്ന് നമുക്കറിയത്തില്ല, ഇവന്മാർക്കൊക്കെ എന്താ കുഴപ്പമെന്നുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇതാണ് നോക്കുന്നത്. ഇവനൊക്കെ എന്തിനാണ് നമ്മുടെ പുറകിൽ നടക്കുന്നത്, നമ്മൾ ആരെയും പുറകിൽ നടക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഈ വീട്ടിനകത്താണ് ഇരിക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഇതാക്കി നമ്മൾ പുറകിന് നടന്ന് ശല്യം ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് വരികയാണ് ശല്യത്തിന് കുറേ അവന്മാരും അവളുമാരും, ഒന്നും നമ്മൾ ഇതാക്കത്തില്ല. മനസ്സിലായില്ലയോ? നമ്മുടെ വീട്ടിലിരിക്കുക, കുറേ അവന്മാരെ ഇങ്ങനെ വിട്ടിരിക്കുക, കുറേ തേർഡ് റേറ്റ് ബാസ്റ്റേഴ്സിനെ. അവന്മാരെയൊന്നും നമ്മൾ ഇതാക്കാറില്ല. ഇവന്മാർ ഇങ്ങോട്ടേക്ക് വന്ന് മിണ്ടുക, വരയ്ക്കുക, നമ്മളിതൊന്നും ഇതാക്കാറില്ല. അപ്പം ഗ്യാങ് സ്റ്റോക്കിങ്ങിനെ കുറിച്ചൊക്കെ എല്ലാവരും യൂട്യൂബിനകത്ത് നല്ല വളരെ കൃത്യമായിട്ട് ഇടുന്നുണ്ട്. ഇവന്മാർ ഇലക്ട്രോണിക് ഹരാസ്മെൻറ്റ്, ഇവന്മാർ നമ്മുടെ തലയിലോട്ട് അടിക്കുക, നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മുടെ തലയുടെ ഈ പുറകു വശത്താണ് വേദന, ഇങ്ങനെ നമ്മളെ അടിച്ച് കൊല്ലാൻ നോക്കുകയാണ് ഇവന്മാർക്ക് ഭയങ്കര രോഗമാണ്. നമ്പർ 1 ഇതാണ്, കുറേ ക്രിമിനൽസാണ്. അതിലൊന്നാണ് ഇവിടെ താമസിച്ച പേരും കള്ളിയായ രാജമ്മ എന്ന് പറയുന്ന മുതുകള്ളി. അവളെപ്പോലൊരു കള്ളി ഈ ലോകത്തില്ല. നമ്പർ 1 കള്ളിയും കില്ലറും മേർഡറാണ് അവളെപ്പോലൊരു എന്താണെന്ന് പറയുന്നത്,
അവളെപ്പോലൊരു അവളെ ഏത് വേർഡ് വെച്ച് ഇതാക്കണമെന്ന് അറിയത്തില്ല. അവക്കും ഇവരുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. അവളുടെ ഈ സൽപ്പകവല്ലി, സുബ്രഹ്മണ്യൻ, ഈ കിഴിക്കലെ മോഹൻ സിംഗ്, അവരിവർ സോമരാജൻ എന്ന് വേണ്ട ഇവിടെ കുറേ ഈ നാട്ടിൽ കുറേ ആൾക്കാരുമായിട്ട് അവൾക്ക് നല്ല കണക്ഷനാണ്. ആ കള്ളിക്ക് കള്ളിയാണ് അവൾ. നമ്പർ 1 ക്രിമിനലാണ് അവൾ.